MT എന്ന രണ്ടക്ഷരം മലയാളിക്ക് ഒരു പൈതൃകമാണ്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അക്ഷരസമ്പത്ത്. ഇതാ ഈ വിദ്യാർത്ഥിനിയെ പോലെ പുതിയ തലമുറയിലെ നിരവധി കുട്ടികൾ ആ എഴുത്തിന്റെ കടലിൽ മുങ്ങിത്തപ്പി തങ്ങൾക്ക് വേണ്ട ചിപ്പിയും മുത്തുമൊക്കെ ശേഖരിക്കുന്നു. സാഹിത്യം, സിനിമ, പത്രപ്രവർത്തനം ഇവയെല്ലാം കൂടി ചേരുന്ന ആ മഹാപ്രവാഹത്തിൽ മുങ്ങിക്കുളിച്ച് സ്വയം നവീകരിക്കപ്പെട്ട മനുഷ്യരായി പുറത്തേക്ക് വരുന്നു. ഇതാ അത്തരമൊരു കാഴ്ച. എന്നെ കാണുമ്പോ ഉണ്ണിക്കൂടെ പേടിയ, എന്നെ കൊണ്ടാ ഉപദ്രവമെന്നല്ലേ എല്ലാരും പറയണത്. എന്റെ അമ്മയെ വിളിക്കുന്നതിന് പകരം ദൈവത്തിന് എങ്ങോട്ട് വിളിക്കായിരുന്നില്ലേ അമ്മക്കുട്ടി? അവിടെ തീർന്നില്ല. ടീച്ചറുടെ മുന്നിലേക്ക് വീണ്ടും കുട്ടികളും വരകളും എത്തി. വൃക്ഷങ്ങളുടെ അനുവാദം വാങ്ങിയോ എന്നാണ് ചോദിച്ചത്. നീ ഉണ്ടാക്കിയ പലതും മങ്ങുന്നു എന്ന ആക്ഷേപം എങ്ങനെ വന്നു എന്ന് അന്വേഷിച്ചു. He was our enemy, but he was a great man, a great warrior. ഒന്ന് നോക്കി, അപ്പോഴും വലിയ ഗൗരവം. ഗൗരവല്ല, പരിഭ്രമം. ആകെ പരിഭ്രമായിരുന്നു. പിന്നെ എപ്പോഴാ പേടി മാറിയത്? ഒടുവിൽ ആ ചിത്രങ്ങളെല്ലാം ചേർത്ത് അവരൊരു മനോഹരമായ സായാഹ്നം തീർത്തു. അവിടേക്ക് പ്രതീക്ഷിക്കാത്ത ഒരതിഥിയുമെത്തി. ഒരുപാട് വാത്സല്യത്തോടും സ്നേഹത്തോടും എന്താ ഇനി പറയാ, പ്രത്യേകമായ എന്നോടുള്ള അടുപ്പവും വികാരവും ഉണ്ടായിരുന്ന ഒരു കഥാകാരനാണ് അദ്ദേഹം. പല അവസരങ്ങളിലും അദ്ദേഹം എന്നെപ്പറ്റി പറയുമ്പോൾ വാചാലനാകാറുണ്ടായിരുന്നു. MT പോലെ ലബ്ധപ്രതിഷ്ഠനായ ഒരു സാഹിത്യകാരന് എന്നെപ്പോലെ ഒരു സാധാരണ സിനിമാ നടന്റെ ശബ്ദത്തിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നു എന്ന് തോന്നുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ വലിയ നേട്ടം തന്നെയാണ്. അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ എന്റെ തലയിൽ കൈവച്ച് പറഞ്ഞു, വിജയിച്ചു വരിക, ഞാനിപ്പോഴും അതിനാണ് ശ്രമിക്കുന്നത്. He was a great man. We honor him. Present!